ഹലോ വെൽക്കം ടു റെഡ് ഷോർട്ട് ടോക്സ്. സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ചിട്ട് നാളത്തെ, അതായത് 2025 ഓഗസ്റ്റ് 8 നിഫ്റ്റി 50 ഒരു ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കുകയാണ്. അതെ, പ്രധാനമായും 1 മണിക്കൂർ ടൈം ഫ്രെയിമിലെ പ്രൈസ് ആക്ഷനും പിന്നെ RSI 14 ഇൻഡിക്കേറ്ററും വെച്ചുള്ള ഒരു വിശകലനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ശരി. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ഓക്കെ. അപ്പോൾ ഈ 1 മണിക്കൂർ ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതൊരു ബെയറിഷ് ടു ന്യൂട്രൽ എന്ന് പറയാം. ബെയറിഷ് ടു ന്യൂട്രൽ. അതായത് കുറച്ചുനാളായിട്ട് ലോവർ ഹൈസും ലോവർ ലോസും ഉണ്ടാക്കുന്നുണ്ട്. അത് പൊതുവെ ഒരു ഇറക്കത്തിന്റെ സൂചനയാണല്ലോ തരുന്നത്. ശരിയാണ്. പക്ഷേ നിങ്ങളുടെ ഈ വിശകലനത്തിൽ ഒരു പ്രധാന കാര്യം കണ്ടു. അതായത് ഏകദേശം 24,300-നും 24,350-നും ഇടയിലുള്ള ഒരു ഡിമാൻഡ് സോൺ. അതെ അതെ. അവിടെ നിന്ന് വിലയ്ക്ക് നല്ലൊരു തിരിച്ചുകയറ്റം കിട്ടിയിട്ടുണ്ട്. ഒപ്പം RSIയും മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോ ഇത് ശരിക്കും ഒരു താൽക്കാലിക ബുള്ളിഷ് മൂവ് ആണോ, അതോ മാർക്കറ്റ് അവിടെ ഒരു റേഞ്ചിൽ നിൽക്കാൻ ശ്രമിക്കുന്നതാണോ? എന്താ തോന്നുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. RSI 40ന്റെ ഇപ്പോഴത്തെ വാല്യൂ 53.59 ആണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അത് 30-ന് താഴെയുള്ള ഓവർസോൾഡ് ലെവലിൽ നിന്നാണ് 50-ന് മുകളിലേക്ക് വന്നത്. ഓക്കെ. അത് തീർച്ചയായും ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് സിഗ്നൽ തരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ വ്യക്തമായ ഡൈവർജൻസുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഡൈവർജൻസ് ഇല്ല. അതായത് വില മുകളിലേക്ക് പോകുമ്പോൾ ഇൻഡിക്കേറ്റർ താഴേക്ക് വരുന്നത് പോലുള്ള സിഗ്നലുകൾ അത് ട്രെൻഡ് വീക്കാകുന്നതിന്റെ സൂചനയാണ് സാധാരണ. അത് കാണുന്നില്ല. ഓക്കെ. അപ്പോൾ ഇനി RSI ഒരു 60-70 ലെവലിലെത്തുമ്പോൾ എങ്ങനെ പെരുമാറുന്നു എന്നത് വളരെ പ്രധാനമാണ്. അത് ഓവർബോട്ട് ആണോ അതോ ട്രെൻഡിന് ശക്തിയുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോ ഈ ഒരു സാഹചര്യത്തില്, അതായത് ഒരു വശത്ത് ബാരിഷ് ട്രെൻഡ്, മറുവശത്ത് ഡിമാൻഡ് സോണിൽ നിന്നുള്ള ഒരു പുൾ ബാക്ക്, ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വില നിലവാരങ്ങൾ, കീ ലെവൽസ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും നോക്കുവാണെങ്കിൽ റെസിസ്റ്റൻസ്, അതായത് തടസ്സം വരാൻ സാധ്യതയുള്ളത് 24,850, 24,900 റേഞ്ചിലാണ്. ഓക്കെ. 24,850, 900. അതെ. സപ്പോർട്ട് അല്ലെങ്കിൽ താങ്ങ് കിട്ടാൻ സാധ്യതയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ 24,300, 24,350 സോണാണ്. അവിടുന്നാണല്ലോ ഈ കയറ്റം തുടങ്ങിയത്. ശരിയാണ്. പിന്നെ ഇന്നലത്തെ ഹൈ, അതായത് 24,690, അതൊരു ചെറിയ റെസിസ്റ്റൻസായി പ്രവർത്തിക്കാം. അതുപോലെ ഇന്നലത്തെ ലോ 24,420, അതൊരു സപ്പോർട്ടായും വരാം. പിന്നെ നിങ്ങളുടെ അനാലിസിസിൽ കണ്ടൊരു കാര്യം, 24,200 ലെവലില് ഒരു ലിക്വിഡിറ്റി പൂളുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നു. അതായത് അവിടെ കൂടുതൽ ഓർഡറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വില അങ്ങോട്ട് ആകർഷിക്കപ്പെടാനും സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് 24,300 ബ്രേക്ക് ചെയ്താൽ. ഓക്കെ. അപ്പോ ഈ ഡിമാൻഡ് സോണിലെ ബൗൺസും RSI 50 കടന്നതും വെച്ച് ഒരു ലോങ് എൻട്രി, അതായത് വാങ്ങാനുള്ള ഒരു അവസരം എങ്ങനെയാണ് കാണുന്നത്? എന്തൊക്കെ കൺഫർമേഷൻസ് നോക്കണം? ശരി. ഇപ്പോ ഈ കാണുന്ന തിരിച്ചു കയറ്റം തുടരുകയാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് ചാർട്ട് നോക്കണം. 15 മിനിറ്റ്. ഓക്കെ. ആ 15 മിനിറ്റ് ചാർട്ടിൽ വില 24,690-ന് മുകളിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലോടെ ക്ലോസ് ചെയ്യണം. അതോടൊപ്പം RSI 50-ന് മുകളിൽ തന്നെ സ്റ്റേബിളായി നിൽക്കുകയും വേണം. അങ്ങനെ വന്നാൽ ഒരു ലോങ് എൻട്രി എടുക്കുന്നത് പരിഗണിക്കാം. ഏകദേശം ഒരു 24,700 ലെവലിൽ എൻട്രി, സ്റ്റോപ്പ് ലോസ് 24,580-ന് താഴെ വയ്ക്കാം. ഓക്കെ. ടാർഗറ്റോ? ആദ്യത്തെ ടാർഗറ്റ് 24,850 TP1. അത് കഴിഞ്ഞാൽ 24,900 TP2. ആ റെസിസ്റ്റൻസ് സോൺ വരെ. ക്ലിയർ. ഇനി ഇതിന്റെ മറുവശം നോക്കാം. വില ഈ പറഞ്ഞ റെസിസ്റ്റൻസ് സോണിലേക്ക്, അതായത് 24,850-ലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഒരു ഷോർട്ട് പൊസിഷൻ വിൽക്കാനുള്ള അവസരം എപ്പോഴാണ് പരിഗണിക്കേണ്ടത്? അവിടെയും നമ്മൾ കൺഫർമേഷൻ നോക്കണം. വില 24,850, 24,900 സോണിലെത്തുന്നു, എന്നിട്ട് അവിടെ റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് കരുതുക. അപ്പോൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ അവിടെ വ്യക്തമായ റിജക്ഷൻ കാണണം. ഉദാഹരണത്തിന് ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ, അതായത് ഒരു വലിയ റെഡ് ക്യാൻഡിൽ തൊട്ടു മുമ്പത്തെ ഗ്രീൻ ക്യാൻഡിലിനെ പൂർണ്ണമായി വിഴുങ്ങുന്നത് പോലെ. ഓക്കെ. അതല്ലെങ്കിൽ RSIയിൽ ഒരു ബെയറിഷ് ഡൈവർജൻസ് കാണിക്കുക. അല്ലെങ്കിൽ RSI 60-70 ഓവർബോട്ട് സോണിൽ നിന്ന് താഴേക്ക് തിരിയുക. ശരി. ഇതിൽ ഏതെങ്കിലും കൺഫർമേഷൻ കിട്ടിയാൽ ഷോർട്ട് പോകാം. എൻട്രി ഏകദേശം 24,840 റേഞ്ചിൽ നോക്കാം. സ്റ്റോപ്പ് ലോസ് 24,910-ന് മുകളിൽ വെക്കണം. ടാർഗറ്റുകൾ 24,650 TP1, പിന്നെ 24,500 TP2 ആവാം.
ഈ ലോങ് ഷോർട്ട് സാധ്യതകളല്ലാതെ വേറെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടാവാം? അതായത് ഈ ലെവലുകളിലൊക്കെ വില എത്തിയാൽ പിന്നെ എങ്ങനെയൊക്കെ പ്രതികരിക്കാം? തീർച്ചയായും ചില ഇഫ് ദെൻ സിനാരിയോസ് നോക്കാം. ഓക്കെ. 1. വില 24,690 മുകളിൽ സ്റ്റേബിൾ ആയാൽ ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ് 24,850, 24,900 സോണിലേക്കൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാം. 2. ഇഫ് വില 24,850 നല്ല റിജക്ഷൻ നേരിട്ടാൽ ദെൻ അത് 24,650ലേക്കും ചിലപ്പോൾ 24,420 എന്ന ഇന്നലത്തെ ലോയിലേക്കും തിരിച്ചുവരാം. 3. ഇഫ് ഈ പ്രധാനപ്പെട്ട 24,300 എന്ന ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ ദെൻ അടുത്ത ലക്ഷ്യം 24,200 എന്ന ലിക്വിഡിറ്റി പൂളാകാനാണ് സാധ്യത. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ ഈ ഒരു പ്ലാൻ മനസ്സിൽ വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺഫർമേഷനാണ്. ഏതെങ്കിലും സോണിൽ എത്തിയ ഉടനെ ചാടിക്കേറി ട്രേഡ് എടുക്കരുത്. 15 മിനിറ്റ് ടൈം ഫ്രെയിമിലെങ്കിലും ഒരു സ്ഥിരീകരണം കിട്ടാൻ കാത്തിരിക്കുക. ഊഹങ്ങൾക്ക് പുറകെ പോകരുത്. ഓക്കെ. പിന്നെ റിസ്ക് മാനേജ്മെന്റ് അതും നിർബന്ധമാണ്. ഓരോ ട്രേഡിലും നിങ്ങളുടെ മൊത്തം ക്യാപിറ്റലിന്റെ 1% കൂടുതൽ റിസ്ക് എടുക്കാതിരിക്കാൻ നോക്കുക. 1%? അതെ, കാരണം നമ്മൾ ഇപ്പോഴും ഒരു പ്രധാന റെസിസ്റ്റൻസിനടുത്താണ് നിൽക്കുന്നത്. RSI സിഗ്നലുകളും അല്പം മിക്സ്ഡ് ആണ്. ശരിയാണ്. പിന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് സമയം, അതായത് ഇന്ത്യൻ മാർക്കറ്റ് തുറക്കുന്ന ആദ്യത്തെ 1 മണിക്കൂർ, അതുപോലെ യൂറോപ്യൻ മാർക്കറ്റുകൾ തുറക്കുന്ന സമയം, ഈ സമയങ്ങളിലൊക്കെ വോളറ്റിലിറ്റി, അതായത് ചാഞ്ചാട്ടം കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം. വളരെ നല്ല പോയിന്റുകൾ. അപ്പോ ഓഗസ്റ്റ് 8 നിഫ്റ്റി 50 ട്രേഡിംഗിനായി നിങ്ങളുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് തയ്യാറാക്കാവുന്ന ഒരു പ്ലാനിന്റെ രൂപരേഖയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. പ്രധാന ലെവലുകൾ, RSI സൂചനകൾ, ലോങ് ഷോർട്ട് സെറ്റപ്പുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെ നമ്മൾ കവർ ചെയ്തു. അതെ, പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതൊരു പ്ലാൻ മാത്രമാണ്. മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നീങ്ങണമെന്നില്ല. തീർച്ചയായും. അപ്പോൾ ഈ വിശകലനം ഒരു വഴികാട്ടിയായി മാത്രം കാണുക. സ്വന്തമായിട്ടുള്ള വിലയിരുത്തലും റിസ്ക് മാനേജ്മെന്റുമാണ് ഏറ്റവും പ്രധാനം. ശരിയാണ്. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഇനി സ്വന്തമായി ആലോചിക്കാൻ ഒരു ചോദ്യം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഹ്രസ്വകാല ബുള്ളിഷ് മൊമെന്റം മാർക്കറ്റിന്റെ ആ വലിയ ബെയറിഷ് ട്രെൻഡിനെ മറികടക്കാൻ മാത്രം ശക്തമാണോ, അതോ ഇതൊരു താൽക്കാലിക റിലീഫ് റാലി മാത്രമായി അവസാനിക്കുമോ? വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കുന്നത് ഇതിനൊരുത്തരം തന്നേക്കാം.